Hi everyone, welcome back to my YouTube channel. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിട്ടുള്ളത് ചിക്കൻ ബോളിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് കുറഞ്ഞ സമയത്തിനുള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കില്ല. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. ഇതിനായി ഞാൻ 2 വലിയ പൊട്ടോറ്റോ വേവിച്ച് പുഴുങ്ങി വെച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ 250 ചിക്കനും ഞാൻ നല്ലതുപോലെ വേവിച്ച് മിക്സിയിൽ അരച്ചെടുത്തതാണ്. ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണമാവണം. അതുപോലെ തന്നെ ഒരു 2-3 വലിയ സവാള ചെറുതാക്കി അരിഞ്ഞു വെച്ചത്, 3 ഇപ്പോൾ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി അതുപോലെ തന്നെ 4 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് 2-3 ഇല്ലി മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ എല്ലാ ഭാഗത്തും മല്ലിയില എല്ലാം എത്തുന്ന രീതിയിൽ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കൈ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു നനവോട് തന്നെ ഇതൊന്ന് റൗണ്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് ബോളാക്കി എടുക്കാൻ കഴിയും. അപ്പോൾ ഈ ഒരു ബൗളാക്കി എടുക്കുന്ന സമയം മാത്രമേ നമുക്കിതിന് കാര്യമായി വേണ്ടതുള്ളൂ. ബാക്കിയെല്ലാം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അതിനുശേഷം കുറച്ച് ബ്രെഡ് ക്രംസും പിന്നെ കുറച്ച് മുട്ടയുടെ മഞ്ഞയെല്ലാം ഒന്ന് ഉപ്പിട്ട് മിക്സ് ചെയ്ത് വെച്ചതിലേക്ക് നമുക്കിതൊന്ന് ജസ്റ്റ് മുക്കിയിട്ട് ബ്രെഡ് ക്രംസ് ആഡ് ചെയ്തിട്ട് ഒന്ന് വെക്കാം. നമ്മൾ നോർമൽ ചിക്കൻ റോളിനും മറ്റ് കട്ട്ലേറ്റിനും എല്ലാം ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യാം. അങ്ങനെ ഇതുപോലെ ചെയ്തതിന് ശേഷം ഒരു എണ്ണ നല്ലതുപോലെ ചൂടായതിന് ശേഷം മാത്രം നമുക്കിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഉണ്ടല്ലോ നമുക്ക് ഒരു 5-6 എങ്ങനെ ആയാലും ഇട്ട് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ കഴിയും. കുറഞ്ഞ സമയം മാത്രം ഇതിന് മതി. അപ്പോൾ അത്യാവശ്യം എണ്ണ ഒഴിക്കുകയാണെങ്കിൽ ഇതുപോലെ മുങ്ങി നിൽക്കുന്ന പാകത്തിലാവുകയാണെങ്കിൽ കൂടുതൽ ബെറ്ററാണ്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഇതുപോലെ ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും. പിന്നെ ഓൾറെഡി ഇത് കുക്ക്ഡ് ആയിട്ടുള്ള ചിക്കനൊക്കെ ആണല്ലോ, അതുകൊണ്ട് തന്നെ അധികം സമയമൊന്നും വേണ്ട. നമുക്ക് കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ നമുക്കിത് പൊരിച്ചെടുക്കും കഴിയത്. കണ്ടല്ലോ ഇത്ര പെട്ടെന്നാണ് ഇത് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു കളറാകുമ്പോൾ നമുക്കിത് കോരിയെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഈസിയാണ്, കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് ഉണ്ടാക്കുന്നത്. നമുക്കിത് മയോണൈസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ കെച്ചപ്പിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡിഷാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യും.